നമസ്കാരം. ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ബിസിനസ്സുകാരാണ് രത്തൻ ടാറ്റയും മുകേഷ് അംബാനിയും. രണ്ടുപേർക്കും നിരവധി ബിസിനസ്സുകളുണ്ട്. കൈവച്ച മേഖലകളെല്ലാം രണ്ടുപേരും പൊന്നാക്കിയിട്ടുണ്ട്. കാലങ്ങളായി കടുത്ത മത്സരവും ഇവർക്കിടയിലുണ്ട്. അത്തരത്തിലൊന്നാണ് റീറ്റെയിൽ ഫാഷൻ അല്ലെങ്കിൽ വസ്ത്രവ്യാപാര രംഗം. പ്രീമിയം ബ്രാൻഡുകളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ടാറ്റ സുഡിയോ വഴി സാധാരണക്കാരെ ആകർഷിക്കുമ്പോൾ മത്സരം മുറുക്കുകയാണ് റിലയൻസ്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡാണ് സുഡിയോ. അതിൻ്റെ പ്രധാന കാരണം സുഡിയോയിൽ ഏത് ഉൽപ്പന്നത്തിൻ്റെയും പരമാവധി വില 999 രൂപ മാത്രമാണ്, അതായത് 1000 രൂപയ്ക്കും താഴെ. ശരിക്കും സുഡിയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെയാണ് മധ്യവർഗത്തിന് സുഡിയോയോട് എന്നും പ്രിയം. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഫാഷൻ ബ്രാൻഡായ സുഡിയോയുടെ വളർച്ച ബിസിനസ് ലോകത്തിന് തന്നെ അത്ഭുതമാണ്. പരസ്യത്തിനോ മറ്റ് പ്രമോഷൻ പരിപാടികൾക്കോ കാര്യമായി പണം മുടക്കാതെ ആളുകളെ ആകർഷിക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ടാറ്റയ്ക്ക് കഴിഞ്ഞു. വളരെ ചെറിയ കാലയളവിനുള്ളിൽ 7000 കോടി രൂപയുടെ വരുമാനമാണ് സുഡിയോ നേടിയത്. ഫാഷൻ ലോകത്ത് പല ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും ടാറ്റ ട്രെൻഡിന്റെ സുഡിയോയെ മറികടക്കാൻ റിലയൻസിന് സാധിച്ചിട്ടില്ല. സുഡിയോയുടെ മാതൃസ്ഥാപനമായ ട്രെൻഡ് ലിമിറ്റഡിന്റെ വിൽപ്പന കോവിഡിന് ശേഷം 3 ഇരട്ടിയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലാഭമാകട്ടെ 12 മടങ്ങ് ഉയർന്നു. കുറഞ്ഞ വിലയിൽ ട്രെൻഡിന്റെ ഫാഷൻ വസ്ത്രങ്ങൾ വിൽക്കുന്ന സുഡിയോ തന്നെയാണ് ട്രെൻഡ് ലിമിറ്റഡിലേക്ക് വരുമാനം കൊണ്ടുവരുന്നത്. 4 വർഷം മുന്നേ വെറും 80 സുഡിയോ സ്റ്റോറുകൾ ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ പാദത്തിലെ കണക്ക് പ്രകാരം 164 നഗരങ്ങളിലായി 560 സ്റ്റോറുകളാണ് ആരംഭിച്ചത്. സുഡിയോയിൽ നിന്ന് വലിയ നേട്ടമാണ് ട്രെൻഡ് ലിമിറ്റഡ് ഉണ്ടാക്കുന്നത്. 2.40 ലക്ഷം കോടിക്ക് മുകളിലാണ് ഇന്ന് ട്രെൻഡിന്റെ വിപണി മൂല്യം. ഇതോടെ 4ാമത്തെ ഏറ്റവും വലിയ ടാറ്റ ഗ്രൂപ്പ് സ്ഥാപനമായ ട്രെൻഡ് മാറി. അംബാനി സുഡിയോയെ മറികടക്കാനുള്ള ശ്രമത്തിലാണ്. ചൈനീസ് ഇ കൊമേഴ്സ് ബ്രാൻഡായ ഷീ ഇന്നിനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് റിലയൻസ് റീറ്റെയിൽ. സുഡിയോ വളരുന്നത് ഫാഷൻ മേഖലയിൽ റിലയൻസിന് തിരിച്ചടിയാണ്. ഇനി എങ്ങനെയാണ് ടാറ്റയുടെ ഈ വളർച്ച അംബാനിക്ക് പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചാൽ, റീറ്റെയിൽ മേഖലയും റിലയൻസിന്റെ പ്രധാന ബിസിനസ്സുകളിലൊന്നാണ്. സമീപകാലത്ത് $200 കോടി നിക്ഷേപമാണ് റിലയൻസ് ഗ്രൂപ്പ് റീറ്റെയിലിലേക്ക് നടത്തിയത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം റിലയൻസ് റീറ്റെയിലിന്റെ വാർഷിക വളർച്ച കേവലം 8% മാത്രം. ഈ വളർച്ചയുണ്ടായതാകട്ടെ എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, TV, ഗ്രോസറി എന്നിവയിലൂടെയും. 1 വർഷം മുൻപ് സുഡിയോയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ യൂസ്റ്റ എന്ന ബ്രാൻഡ് റിലയൻസ് ആരംഭിച്ചിരുന്നു. 999 രൂപയ്ക്ക് താഴെ വില വരുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റിരുന്ന സ്റ്റോർ കാര്യമായ ഫലം കാണാതെ വന്നതോടെയാണ് പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്നത്. 2020 ചൈനീസ് ആപ്പുകളെ പുറത്താക്കിയ കൂട്ടത്തിൽ പുറത്തുപോയ ഇ കൊമേഴ്സ് കമ്പനിയാണ് ഷീയിൻ. ടീനേജേഴ്സിനിടയിൽ ജനപ്രിയമായ രീതിയിൽ കമ്പനിയെ എത്തിക്കുന്നത് വഴി വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് റിലയൻസ് റീറ്റെയിലിന്റെ ശ്രമം. ഷീയിൻ ഉൽപ്പന്നങ്ങൾ റിലയൻസ് റീറ്റെയിൽ ആപ്പ് വഴിയും ഓഫ്ലൈൻ സ്റ്റോറുകൾ വഴിയും വിറ്റഴിക്കും. പ്ലാറ്റ്ഫോം നിയന്ത്രണവും റിലയൻസ് റീറ്റെയിലിന്റെ സബ്സിഡറിക്കായിരിക്കും. അങ്ങനെ ഫാഷൻ വിപണിയിൽ അടുത്ത മത്സരം തയ്യാറാവുകയാണ്. സുഡിയോയ്ക്ക് കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ സ്റ്റോർ തുറന്നപ്പോൾ പോലും വലിയ പരസ്യമോ കോലാഹലമോ ഒന്നും വേണ്ടി വന്നില്ല. എങ്കിൽ പോലും ആളുകൾ ഇടിച്ചു കയറുകയാണ്. ഇപ്പോഴിതാ സുഡിയോ കടൽ കടക്കാനുള്ള പദ്ധതിയിലാണ്. ഇന്ത്യക്ക് പുറത്ത് സ്റ്റോർ UAEയിൽ തുറക്കാനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ നീക്കം. ദുബായിലെ സിലിക്കോൺ ഒയാസിസ് മാളിലാകും സുഡിയോയുടെ ആദ്യ സ്റ്റോർ തുറക്കുക. ഫാഷൻ രംഗത്ത് അംബാനി ടാറ്റയെ കടത്തിവെട്ടുമോ അതോ അംബാനിക്ക് കാലിടറുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.